ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പാർട്ട് 1 പുതിയ ഒരു സെക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്ഷൻ ബി, പ്ലാനിങ്, ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓരോ സെക്ഷനും സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആ സെക്ഷനിൽ എന്താണ് പഠിക്കാനുള്ളത്, എന്തിനാണ് ഈ സെക്ഷൻ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ആരാണ്, ഈ സെക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആരായിട്ട് ചിന്തിക്കണം, ഈ ഒരു കാര്യങ്ങളിലൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രമേ ആ സെക്ഷൻ പഠിച്ചു തുടങ്ങാനേ പാടുള്ളൂ. അല്ലാതെ വരുന്നതിനനുസരിച്ച് പഠിക്കാം, ഒരു യൂണിറ്റ് കഴിയട്ടെ അല്ലെങ്കിൽ 2 ചാപ്റ്റർ കഴിയട്ടെ, കുറച്ച് പോർഷൻ കഴിയട്ടെ, അതിനനുസരിച്ച് ആരെങ്കിലും പഠിപ്പിക്കും, അതിനനുസരിച്ച് പഠിച്ചു പോകാം എന്നുള്ളൊരു ധാരണയല്ല. നമ്മൾ വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഞാൻ പാർട്ട് 1 പഠിക്കാൻ പോകുന്നത്. പാർട്ട് 1 മൊത്തത്തിൽ ഒന്ന് നോക്കിക്കേ. സെക്ഷൻ എയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. ഒരു കമ്പനീനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഇൻകം, അവർക്ക് വരുന്ന എക്സ്പെൻസ്, അസറ്റ്സ്, ലയബിലിറ്റീസ് എല്ലാം വെച്ചുകൊണ്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. ഡിയിലേക്ക് വന്നാലോ, എ കഴിഞ്ഞ് നമുക്ക് നേരെ ഡിയിലേക്ക് നോക്കാം. ഡിയിൽ എന്താ വരിക? കോസ്റ്റിങ്ങിൻ്റെ ബേസിക്സാണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് എത്ര കോസ്റ്റ് വരും, അതിൻ്റെ കോസ്റ്റ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം, ഇങ്ങനത്തെ കോസ്റ്റിങ്ങിൻ്റെ ബേസിക്സ് ആയിരിക്കും സെക്ഷൻ ഡിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സോ സെക്ഷൻ എ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു അക്കൗണ്ടൻ്റാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് അല്ലേ. സെക്ഷൻ ഡിയിലേക്ക് വന്നാലോ നമ്മൾ അവിടുത്തെ കോസ്റ്റ് മാനേജറാണ്, ഇൻറ്റേർണൽ മാനേജറാണ്. അവിടെ എങ്ങനെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം, ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് കൃത്യമായിട്ട് ഓവർ ഹെഡ്സിനെയൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയൊക്കെ എങ്ങനെ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം, ഇങ്ങനത്തെ കാര്യങ്ങൾ കോസ്റ്റ് മാനേജ്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന ഏരിയ ആണ് സെക്ഷൻ ബി എന്നുള്ളത്. അതായത് ബജറ്റിംഗ് എന്നുള്ള ഒരു ഏരിയ, ഫോർകാസ്റ്റിംഗ് അഥവാ പ്ലാനിങ് എന്നുള്ളൊരു ഏരിയ. എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഏതൊരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ പോകണം, വരുന്ന വർഷങ്ങളിൽ എത്ര സെയിൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, എത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നമ്മൾ നടത്തണം, അതിന് എന്തോരം കോസ്റ്റ് വരെ വരാം, എത്ര കോസ്റ്റ് വരെ വന്നാലാണ് എനിക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്ഷൻ ബി, ബജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഇനി ബജറ്റൊക്കെ ചെയ്തു വെച്ചു, ഇനി അതിൻ്റെ ആക്ച്വൽ റിസൾട്ട് സംഭവിക്കും. ഞാൻ ബജറ്റ് ചെയ്തത് ഒരു 1000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താം, 1000 യൂണിറ്റ്സ് വിൽക്കാമെന്നാണ്. പക്ഷെ ആക്ച്വലി 800 യൂണിറ്റ്സേ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു വേരിയൻസ് വന്നു. ഈ വേരിയൻസ് അനാലിസിസും ആ കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് വാല്യുവേഷൻ ആയിരിക്കും സെക്ഷൻ സിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. പെർഫോമൻസ് മാനേജ്മെൻറ്റും വേരിയൻസ് അനാലിസിസും. സോ ഈ ഒരു രീതിയിലാണ് പാർട്ട് 1 തന്നെ പോകുന്നത്. നമ്മൾ FR എന്നുള്ള എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠിക്കുന്നുണ്ട്. ഒരു കമ്പനി ആദ്യം തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ബജറ്റ് ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ബജറ്റും ആക്ച്വൽ റിസൾട്ടും കൂടെ കമ്പയർ ചെയ്ത് വേരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞ് നമ്മൾ സെക്ഷൻ സിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ കോസ്റ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. കോസ്റ്റിങ്ങിൻ്റെ ബേസ് എന്താണ്? ജോബ് കോസ്റ്റിംഗ് എന്താണ്, പ്രോസസ് കോസ്റ്റിംഗ് എന്താണ്, ബൈ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ്, ജോയിൻറ്റ് കോസ്റ്റിംഗ്, ടാർഗറ്റ് കോസ്റ്റിംഗ്, ABC കോസ്റ്റിംഗ്, ഓവർ ഹെഡ്സിൻ്റെ അലോക്കേഷൻ. ഇങ്ങനെ കോസ്റ്റിംഗ് എന്താണ്, ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, ഫിക്സഡ് കോസ്റ്റ് എന്താണ്, വേരിയബിൾ കോസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും സെക്ഷൻ ഡിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഇയിലേക്കും എഫിലേക്കും വന്നാലോ ഒരു ഓഡിറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ നമ്മൾ നോക്കുന്നത്. ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ കൺട്രോൾ എന്തോരം സ്ട്രോങ് ആണ്, അവിടുത്തെ റിസ്ക് ഒക്കെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമായിരിക്കും സെക്ഷൻ ഇയിൽ വരുന്നത്. ആൻഡ് സെക്ഷൻ എഫിലേക്ക് വന്നാലോ ടെക്നോളജി, നമ്മുടെ ആധുനിക ടെക്നോളജി എങ്ങനെ നമ്മുടെ ജോലിയിലും എംപ്ലോയബിലിറ്റിയിലും എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്ത് പോകാം, ടെക്നോളജി ആയിരിക്കും സെക്ഷൻ എഫിൽ പഠിക്കുന്നുണ്ടാവുക. സോ ഇതാണ് പാർട്ട് 1 ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ബി വെച്ചിട്ടാണ്. സെക്ഷൻ ബി, പ്ലാനിങ്, ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾ നെക്സ്റ്റ് ലെക്ചർ മുതൽ, നെക്സ്റ്റ് ക്ലാസ് മുതലായിരിക്കും ഇതിൻ്റെ ഏരിയാസ്, സിലബസ് കവർ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവുക. ഈ ഒരു വീഡിയോയിൽ വളരെ ഷോർട്ടായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഇതിന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമില്ലേ, നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അതൊന്ന് മനസ്സിലാക്കാൻ പോവുക. ഇനി വരുന്ന ഒരു നെക്സ്റ്റ് 8 to 10 ഡേയ്സിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ ബി ആണ് പഠിക്കാൻ പോകുന്നത്. ആ സെക്ഷൻ ബിയിൽ എന്തൊക്കെ പഠിക്കണം,
നമ്മൾ ആരായിട്ട് ചിന്തിക്കണം? ഇവിടെയും നമ്മളൊരു ഇൻറ്റേർണൽ മാനേജർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് മാനേജർ എന്നുള്ള രീതിയിൽ തന്നെയാണ് തിങ്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് മാനേജർ എന്നുള്ള രീതിയിൽ തന്നെയാണ്. എങ്ങനെ ബഡ്ജറ്റ് ചെയ്യാം, എൻ്റെ കയ്യിലുള്ള റിസോഴ്സസിനെയൊക്കെ എങ്ങനെ കൃത്യമായിട്ട് ഞാൻ യൂസ് ചെയ്യണം, മാക്സിമം അതിൽ നിന്ന് എങ്ങനെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻ്റ്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു കോസ്റ്റ് മാനേജർ, ഒരു ഇൻറ്റേർണൽ മാനേജർ, ഒരു പെർഫോമൻസ് അനലിസ്റ്റ്, ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ഈ സെക്ഷൻ ബി മുഴുവൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ? നമ്മൾ ആരാ? ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജറാണ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് മാനേജറാണ്. നമ്മൾ നോക്കാൻ പോവുക എന്തൊക്കെയാണ് ഈ കമ്പനിയിൽ ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇനി വരുന്ന വർഷങ്ങളിൽ എത്ര സെയിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഫോർകാസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു, എങ്ങനെ പ്ലാനിങ് നടത്തണം, സ്ട്രാറ്റജിക് പ്ലാനിങ് ആര് ചെയ്യണം, ടാക്ടിക്കൽ പ്ലാനിങ് ഉണ്ട്, ഓപ്പറേഷണൽ പ്ലാനിങ് ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക സെക്ഷൻ ബിയുടെ ഒരു ഓവർവ്യൂ. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സെക്ഷൻ ബിയിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി നമുക്ക് കിട്ടാൻ പോകുന്ന അറിവ് എന്താണ്, ഇതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും ചാർജായിട്ട് നിന്നേ. പുതിയൊരു സെക്ഷൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവർ എനർജി വേണം, പഠിക്കാനുള്ളവരൊരു ത്വര വേണം. ഓക്കെ, പവറായിട്ട് നിൽക്കുക. ആദ്യം തന്നെ ഓവർവ്യൂ ഒന്ന് നോക്കിക്കേടാ. റിപ്രസെൻറ്റ്സ് 20% ഓഫ് CMA പാർട്ട് 1 എക്സാം. CMAയുടെ പാർട്ട് 1 എക്സാമിൽ ഇതിൽ വെയിറ്റേജ് വരുന്നതെന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 20%. 20% വെയിറ്റേജ് ആണ് സെക്ഷൻ ബിക്ക് വരുന്നുണ്ടാവുക. എക്സാമിൻ്റെ ഫോർമാറ്റ്, ഏതൊരു സാധനവും ഏതൊരു കോഴ്സും പഠിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ എക്സാം ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ബേസിക് നീഡാണ്. സോ അതുകൊണ്ടാണ് ഇതുകൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 100 MCQs ഉണ്ടാവും. ആ MCQസിൽ നിങ്ങൾ സ്കോർ ചെയ്ത് നിങ്ങൾക്ക് essay വിൻഡോ ഓപ്പൺ ആകുമ്പോൾ അവിടെ 8 മുതൽ 10 വരെ essay ക്വസ്റ്റ്യനും ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻസിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും? കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്തായാലും ടെസ്റ്റ് ചെയ്യും. നിങ്ങൾ കൺസെപ്ച്വലി ഓക്കെ അല്ലേ, നിങ്ങൾക്ക് നോളജ് പാർട്ട് ഓക്കെ അല്ലേ എന്ന്. ഇനി നോളജ് മാത്രം ഉണ്ടായാൽ മതിയോ? പോരാ, ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. സോ ആപ്ലിക്കേഷൻ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ന്യൂമറിക്കൽ അനാലിസിസ്, അതായത് സിംപ്ലി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇതായിരിക്കും പാർട്ട് 1ൻ്റെ ഒരു എക്സാം പാറ്റേൺ വരുന്നുണ്ടാവുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ കയറി വരുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ബജറ്റിംഗ് അല്ലേ കോസ്റ്റിംഗ് അല്ലേ എന്ന് നോക്കും. ബട്ട് എക്സാമിന് തിയറിക്കും ഈക്വൽ വെയിറ്റേജ് അല്ലെ ചില സമയങ്ങളിൽ കൂടുതൽ വെയിറ്റേജ് വരുന്നുണ്ടാവും. ഓക്കെ അല്ലേ? സോ തിയറിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് അതിന് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഓവർവ്യൂ നമ്മൾ നോക്കി. ഇനി ജസ്റ്റ് നമ്മൾ നോക്കുകയാണ് എന്തിനാണ് സെക്ഷൻ ബി പഠിക്കുന്നത്, എന്താണ് അതിൻ്റെ പർപ്പസ്, എന്തൊക്കെയാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫോക്കസസ് ഓൺ ഹൗ ബജറ്റിംഗ് സപ്പോർട്ട്സ് ബിസിനസ് പ്ലാനിങ്. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക, ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാം, വരുന്ന വഴിക്ക് എന്തെങ്കിലും അങ്ങ് നോക്കാം, വരുന്ന അനുസരിച്ച് ചെയ്യാം, ഇങ്ങനെയാണോ? അല്ല, നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവും, വ്യക്തമായിട്ട് നമ്മളൊരു ബജറ്റ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് പ്ലാൻ. ഇത്രയും സെയിൽസാണ് ഞാൻ ഇത്ര കാലത്തിനുള്ളിൽ ഹിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയും ബ്രാഞ്ചസ് എങ്കിലും എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റണം, ഇത്രയും രാജ്യത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലേക്ക് എൻ്റെ ബ്രാഞ്ചസ് എനിക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവണം. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് പ്രോപ്പർ ബജറ്റ് ഉണ്ടാക്കും. ഇത്ര എംപ്ലോയീസ്, ഇത്ര സെയിൽസ്, ഇത്ര ഫാക്ടറീസ്, ഇത്ര മെഷീനറീസ്, ഇത്ര അസറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് ബജറ്റ് ചെയ്ത് വെക്കും. അതാണ് ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഹൗ ബജറ്റിംഗ് സപ്പോർട്ട്സ് ബിസിനസ് പ്ലാനിങ് എന്നുള്ളൊരു കാര്യം. അടുത്ത നോക്കിക്കാടാ, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെയും ഓപ്പറേഷണൽ ബജറ്റിങ്ങിനെയും പെർഫോമൻസ് വാല്യൂഷനെയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ കളിയാണ്. നമുക്ക് പ്ലാനിങ്ങിനെ തന്നെ 3ആയിട്ട് തിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കും കേട്ടോ. സ്ട്രാറ്റജിക് പ്ലാനിങ് വരുന്നുണ്ട്, ടാക്ടിക്കൽ പ്ലാനിങ് വരുന്നുണ്ട്, ഓപ്പറേഷണൽ പ്ലാനിങ് വരുന്നുണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു 5-6 വർഷത്തേക്ക് അല്ലെങ്കിൽ 3-5 വർഷത്തേക്ക്, അത്രയും ലോങ് ടേമിലേക്ക് 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി എവിടെ എത്തി നിൽക്കണം, ഈ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുക. ടാക്ടിക്കൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒന്നോടെ മീഡിയമാണ്. ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 6 to 1 വർഷത്തേക്കുള്ള 6 മാസം മുതൽ 1 വർഷം വരെയുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നതിനെയാണ് ടാക്ടിക്കൽ പ്ലാനിങ് എന്ന് പറയുക. ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ബേസിസിൽ ഡെയിലി ദിനചര്യയെ നടക്കേണ്ട കമ്പനി ആക്ടിവിറ്റീസ് ഇല്ലേ, ഇത് നടക്കാൻ വേണ്ടി ചെയ്യുന്ന പ്ലാനിങ്ങും ആക്ടിവിറ്റീസിനെയാണ് ഓപ്പറേഷണൽ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇതിനെയും ഓപ്പറേഷണൽ ബജറ്റിങ്ങിനെയും ഇതെല്ലാം കഴിഞ്ഞ് കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണ്ടേ?
എടാ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കണ്ടേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിന്നോട് പറയുകയാണ് എക്സാം എഴുതണം എന്ന് പറഞ്ഞു, നിനക്ക് പാസ്സാവാൻ ഒരു 70 മാർക്ക് വേണമെന്ന് വിചാരിക്കുക. ആ 70 എന്നുള്ള സ്റ്റാൻഡേർഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടല്ലേ 70-ൽ മേലെ മേടിക്കാൻ നീ ശ്രമിക്കുന്നത്. സോ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുക. ബഡ്ജറ്റാണ് നമ്മൾ വെക്കുന്ന സ്റ്റാൻഡേർഡ്, അതിനോട് ഒത്തു വേണം നമ്മൾ പോകാൻ വേണ്ടി. ആക്ച്വലി വരുന്ന റിസൾട്ട് അതിൽ നിന്ന് വേരി ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയൻസ് അനാലിസിസ് നടത്തും. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇവർ അണ്ടർ പെർഫോമിംഗ് ആണോ അതോ ഓവർ പെർഫോമിംഗ് ആണോ? ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും സെക്ഷൻ ബിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. വളരെ വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതൊന്നും കണ്ടിപ്പോൾ പേടിക്കണ്ട കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന്, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡേ തൊട്ട് നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസാണ് അല്ലേ? നമ്മളെല്ലാവരും അതെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള CMA US എന്നുള്ളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചിന്താഗതിയും പ്രൊഫഷണൽ ആയിരിക്കണം. അല്ലാതെ ആദ്യത്തെ ദിവസം വന്ന് നിങ്ങളോട് എല്ലാവരുടെയും പേരൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് ഐസ് ബ്രേക്കിംഗ് അങ്ങനെ അല്ലടാ. നമ്മൾ ഇന്ന് തൊട്ട് നമ്മളൊരു കോസ്റ്റ് മാനേജറാണ്, ഒരു സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. സോ സെക്ഷൻ ബിയിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഓവർവ്യൂ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് എന്താണ് പറയുന്നത്? തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും വേണം, ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങും ഉണ്ടാവും, തിയറി ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇനിയാണ് നമുക്ക് മെയിൻ കാര്യം, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന്. ഇതിന് ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നു. പ്ലാനിങ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണെന്ന് നോക്കിക്കേ. സെറ്റിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഡിറ്റർമൈനിങ് ഹൗ ടു അച്ചീവ് ദം. അടുത്തൊരു വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു 3 വർഷത്തേക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്ലാൻ, എന്തൊക്കെയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്സ് അഥവാ ഗോൾ, ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ഫേസിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഈ പ്ലാനിങ് ചെയ്യുന്നുണ്ടാവണം. അതിൻ്റെ 5 സ്റ്റെപ്സ് ഉണ്ട്. ഈ PDF ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ അധികം ടൈം കൊടുക്കണ്ട, കാരണം ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞ പോലെ വരും ദിവസങ്ങളിൽ ഇൻ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ ഒരു ഫുള്ള് സെക്ഷനിൽ പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. പ്ലാനിങ് പഠിക്കാനുണ്ട്, ബഡ്ജറ്റിങ് പഠിക്കാനുണ്ട്, ഫോർകാസ്റ്റിംഗ് പഠിക്കാനുണ്ട്, പ്രൊഫോമ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പഠിക്കാനുണ്ട്. ഈ 4 കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. ഇതൊക്കെ പല യൂണിറ്റായി പല ചാപ്റ്റേഴ്സായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതിന് മുമ്പ് തന്നെ ഒരു റഫ് ഐഡിയ ഉണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? പ്ലാനിങ് എങ്ങനെയായിരിക്കും നോക്കിക്കാടാ, സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഒരു 30 സെക്കൻഡ് എടുത്ത് പറയാം. എസ്റ്റാബ്ലിഷ് ഒബ്ജക്റ്റീവ്സ്, നമുക്ക് വേണ്ട ടാർഗറ്റ്സും പ്ലാൻസും നമ്മൾ സെറ്റ് ചെയ്യുക. ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ നോക്കുക. നമ്മുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ടാവും. പാർട്ട് 2 സെക്ഷൻ ഇയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ അല്ലെ ക്യാപിറ്റൽ ബജറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ABCD എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ ഏത് നോക്കി ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന, അത് തന്നെ ഇവിടെയും വരുന്നത്, ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്താൻ പോകുന്ന, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. കണ്ടോ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്തു, ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതിനുള്ള ഓപ്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക, പഠിക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ചൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. ഇല്ല എന്നാണെങ്കിൽ അതിനെ റിവൈസ് ചെയ്യുക. ഇതാണ് പ്ലാനിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ടാവുക. 3 ലെവൽ ഓഫ് പ്ലാനിങ് നമുക്ക് പഠിക്കാനുണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിങ് ഞാൻ പറഞ്ഞായിരുന്നു, ലോങ് ടേമിലേക്കുള്ളതാണ്. 3 മുതൽ 5 വർഷം വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്ലാൻ ചെയ്യുക. ടാക്റ്റിക്കൽ പ്ലാനിങ് നമുക്ക് പഠിക്കാനുണ്ടാവും. ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒക്കെ ആയിരിക്കും, ഒരു മീഡിയം ടേം ആയിരിക്കും. പിന്നെ ഓപ്പറേഷണൽ പ്ലാനിങ് ഉണ്ട്, ഇത് ഡെയിലി ബേസിസിലൊക്കെ വരുന്ന ഷോർട്ട് ടേം പ്ലാനിങ് ആയിരിക്കും. സോ പ്ലാനിങ്, നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് തന്നെ എന്താടാ, പ്ലാനിങ്, ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്നാണ്. സോ പ്ലാനിങ് എന്നുള്ളത് ഒരു സെക്ഷൻ ബിയുടെ 30% കവർ ചെയ്യുന്ന ഏരിയ ആണ്. അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളായിരിക്കും. എന്തൊക്കെയാണ് പ്ലാനിങ്ങിനുള്ള സ്റ്റെപ്സ് ആൻഡ് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്ലാനിങ്. മനസ്സിലായോ? പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നതെന്ന്. ഇത് ജസ്റ്റ് ഒരു സിനിമയുടെ ടീസറോ ട്രെയിലറോ കാണുന്നതായിട്ട് വിചാരിച്ചാൽ മതി. എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? അങ്ങനെയല്ലടാ, ഒരു സിനിമയുടെ കിഡിലാൻ ഒരു ട്രെയിലർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണാനുള്ള ഒരു പമ്പായിട്ട് നിൽക്കില്ലേ? അത്രേ ഉള്ളൂ. എന്താണ് നമ്മളിനി വരും ദിവസങ്ങളിൽ പഠിക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ഗ്ലിംസ് ഇട്ട് തരുന്നു. ഓക്കെ അല്ലേ? പ്ലാനിങ്ങിൽ ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ബജറ്റിംഗ്. ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റേറ്റീവ് പ്ലാൻ ഷോയിങ് ഹൗ റിസോഴ്സസ് വിൽ ബി അക്വയർഡ് ആൻഡ് യൂസ്ഡ്. ഇതൊന്നുകൂടെ ന്യൂമറിക്കൽ വെച്ചുള്ള കളിയാണ്. നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെങ്ങനെ
നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അതിന് എങ്ങനെ എൻ്റെ റിസോഴ്സസിനെ ഞാൻ യൂസ് ചെയ്യണം, അക്വയർ ചെയ്യണം എന്നുള്ളത്. എത്ര റിസോഴ്സസ് വേണം, എത്ര റോ മെറ്റീരിയൽസ് മേടിക്കണം, എത്ര ലേബറിനെ വെക്കുന്നുണ്ടാവണം, എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവണം, എത്ര സെയിൽ നടക്കുന്നുണ്ടാവണം, ഇങ്ങനെയുള്ള ഒരേ കാര്യങ്ങളും ബഡ്ജറ്റ് ചെയ്യുക. അവിടെയും നമുക്ക് 4 തരം ബഡ്ജറ്റ് പഠിക്കാനുണ്ട്. സ്റ്റാറ്റിക് ബഡ്ജറ്റ് പഠിക്കാനുണ്ട്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പഠിക്കാനുണ്ട്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് പഠിക്കാനുണ്ട്, റോളിംഗ് ബഡ്ജറ്റ് പഠിക്കാനുണ്ട്. സോ ബഡ്ജറ്റിങ്ങിൽ വരിക. എടാ നമ്മൾ കാണാറില്ല എല്ലാ വർഷവും കേന്ദ്രം ബഡ്ജറ്റ് അവതരിപ്പിച്ചു, കേരളത്തെ തഴഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ കാണാറില്ലേ ഫിനാൻസ് മിനിസ്റ്റർ വന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പോലെ. അതുപോലെ തന്നെ അവിടെ എന്താ, വരുന്ന ഒരു വർഷത്തേക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ഫണ്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് ബഡ്ജറ്റിങ്ങിൽ ചെയ്യുന്നുണ്ടാവുക. 4 തരം ബഡ്ജറ്റ് നമുക്ക് പഠിക്കാനും ഉണ്ട്. അതിൻ്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിൽ കേട്ട പോലെ വെച്ചേക്കുക. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ ആണല്ലോ. ഇനി പിന്നെ പഠിക്കാൻ പോകുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റിംഗ് ബഡ്ജറ്റിങ്ങിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. കാര്യം ബഡ്ജറ്റിങ്ങിൽ തന്നെ നമ്മൾ എന്താ ചെയ്യാടാ, 5 വർഷം കഴിഞ്ഞാൽ ഇത്ര സെയിൽ കിട്ടുമായിരിക്കും, 5 വർഷം കഴിഞ്ഞാൽ ഇത്ര കോസ്റ്റ് കിട്ടുമായിരിക്കും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റൂ, ഫോർകാസ്റ്റ് ചെയ്യാനേ പറ്റൂ, പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ഡാറ്റയും ചുറ്റും മാർക്കറ്റിൽ നടക്കുന്ന ഒരു എൻവയോൺമെൻ്റ് ഒക്കെ നോക്കിയിട്ട് ഇതായിരിക്കും വരുന്നതെന്നുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുക. കാലാവസ്ഥയൊക്കെ പ്രവചിക്കാറില്ലേ, അതുപോലെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. കണ്ടോ, പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഔട്ട്കംസ് യൂസിങ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഡാറ്റ. കയ്യിലുള്ള ഇപ്പോൾ ഉള്ള ഡാറ്റയും പാസ്റ്റിലുള്ള ഡാറ്റയും വെച്ച് ഫ്യൂച്ചർ ഔട്ട്കംസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറയുക. അതിനും നമുക്ക് കുറേ ടെക്നിക്സ് പഠിക്കാനുണ്ട്. ട്രെൻഡ് അനാലിസിസ് പഠിക്കാനുണ്ട്, റിഗ്രഷൻ പഠിക്കാനുണ്ട്, മൂവിങ് ആവറേജ് പഠിക്കാനുണ്ട്, ലേണിംഗ് കർവ് എന്ന് പറഞ്ഞൊരു വേറെ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ പർപ്പസ് ഇംപ്രൂവ്സ് ബഡ്ജറ്റിംഗ് ആക്യുറസി ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇതിൻ്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടി സഹായിക്കും. അതായത് ഫോർകാസ്റ്റിംഗ് ഭയങ്കര പക്കായാണെങ്കിൽ ബഡ്ജറ്റിങ്ങും ഭയങ്കര പക്ക ആവാനാണ് സാധ്യത. കാരണം ഈ ഫോർകാസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബഡ്ജറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഫോർകാസ്റ്റിംഗ് വളരെ അടിപൊളിയായിട്ട് ചെയ്താൽ ബഡ്ജറ്റിൻ്റെ ആക്യുറസിയും നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത് പ്രൊഫോമ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതും എ കൈൻഡ് ഓഫ് ഫോർകാസ്റ്റിംഗ് തന്നെയാണ്. ഒരു വർഷം കഴിഞ്ഞുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇതിനെയാണ് പ്രൊഫോമ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. നോക്കിക്കേടാ, പ്രൊജക്റ്റഡ് ഫ്യൂച്ചർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പ്രൊജക്റ്റഡാ, അല്ലാതെ ആക്ച്വലി കഴിഞ്ഞ ഒരു വർഷത്തെ ഡാറ്റ വെച്ച് കഴിഞ്ഞ ഒരു വർഷം എത്ര റവന്യൂ കിട്ടി, എത്ര എക്സ്പെൻസ് വന്നു എന്ന് പറഞ്ഞ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക അല്ല. നമ്മുടെ കയ്യിലുള്ള അസറ്റും ലയബിലിറ്റിയും വെച്ച് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക അല്ല. ക്യാഷ് ഔട്ട് ഫ്ലോയും ക്യാഷ് ഇൻഫ്ലോയും വെച്ച് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാക്കുക അല്ല. ഇനി വരാൻ പോകുന്നത് അടുത്ത ഒരു വർഷം ഇത്ര റവന്യൂ കിട്ടുമായിരിക്കും, ഇത്ര എക്സ്പെൻസ് വരുമായിരിക്കും എന്ന് പറഞ്ഞ് പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇതായിരിക്കും നമ്മളിവിടെ ചെയ്യുന്നുണ്ടാവുക. യൂസ് എന്താ, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വേണ്ടിയും ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സെയിം, ഹൗ പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ് അഫക്റ്റ് ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് പോകുന്നതെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെയായിരിക്കും എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ബഡ്ജറ്റൊക്കെ വെച്ച് പോയി, അങ്ങനെയാണെങ്കിൽ ഇത്ര സെയിൽസ് ഒക്കെ കിട്ടി, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും, എൻ്റെ ബാലൻസ് ഷീറ്റിൽ എത്രയായിരിക്കും അസറ്റിൻ്റെ ഒക്കെ ബാലൻസ് കാണിക്കുന്നുണ്ടാവുക. ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൊഫോമ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ. ഈ 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ ബി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പല സ്റ്റുഡൻസും കുറച്ച് ബുദ്ധിമുട്ടാണ്, തിയറിയാണ് എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് ഭയങ്കര സിമ്പിളാണ്. 4 കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാനിങ് ചെയ്യുന്നു. ആ പ്ലാനിനെ നടപടിയാക്കാൻ വേണ്ടി നമ്മൾ ബഡ്ജറ്റിങ് ചെയ്യുന്നു. ബഡ്ജറ്റിങ് ഒന്നോടെ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടി ഫോർകാസ്റ്റിംഗ് നല്ല വൃത്തിക്ക് ചെയ്യുന്നു. ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെയായിരിക്കും എന്നറിയാൻ വേണ്ടി ഒരു പ്രൊഫോമ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നു. ഈ 4 കാര്യങ്ങൾ ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞൊരു 30 സെക്കൻഡ്സ് ഇല്ലേ, പോസ് ചെയ്തേ, റിവൈൻഡ് ചെയ്ത് കേക്ക്. യെസ്, ആ ലാസ്റ്റ് പറഞ്ഞ 30 സെക്കൻഡിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സോ നാളെ തൊട്ട് നമ്മൾ പാർട്ട് 1 സെക്ഷൻ ബിയിലെ ആദ്യത്തെ യൂണിറ്റ്സ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പ്ലാനിങ് സ്റ്റേജ് വെച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം, നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാം. ഈ വിൻഡോയിൽ തന്നെ
നമുക്ക് എല്ലാവർക്കും പാസ്സാവണം. ഗുഡ് ലക്ക് ഓൾ.